കുറെ നാളായിട്ടുള്ള എന്റെ ആഗ്രഹമാ കാച്ചിരപ്പള്ളി അച്ഛന്റെ ധ്യാനം ഒന്ന് കൂടണമെന്ന്. വണ്ടിയാറോ എന്താ സാറേ വേണ്ടത്? ഒരു മൊബൈൽ ഫോൺ വേണം. പുതിയതല്ലേ? അല്ല, സെക്കൻഡ് ഹാൻഡ് മതി. ഫുൾ ചാർജ് ഉള്ള ഒരെണ്ണം കിട്ടിയാൽ നന്നായിരുന്നു. ഫുൾ ചാർജ് ഉള്ള ഒരെണ്ണം അല്ലേ? ഇത് മതിയോ നോക്കിയേ സാർ. ഇതിനെന്താ വില? 900. ആ ശരി, ഇതൊന്ന് ഇട്ടുതരാം. നോ സർ, അബ്സല്യൂട്ട്ലി നോട്ട്. ഇന്ന് വൈകിട്ടുള്ള ഫ്ലൈറ്റിന് ഡൽഹിക്ക് പോകും. 2 ദിവസത്തെ മീറ്റിംഗ് ഉള്ളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. ഇതിൻ്റെ ശബ്ദം ഒന്ന് കുറച്ച് തരുമോ? ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ മാറി മുല്ലശ്ശേരി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഒരു പാറമലയുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാനിപ്പോൾ വരാം. ആ ചേട്ടനായിരുന്നോ? ഞാൻ കരുതി ഇന്നിന് വരില്ലെന്ന്. എങ്ങനെയുണ്ട് കളക്ഷൻ? കുഴപ്പമില്ലാന്നേ ഉള്ളൂ. 2 ദിവസമായിട്ട് മഴയല്ലേ, അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. ആ, ഞാൻ നാളെ മറ്റന്നാൾ ഇവിടെ ഉണ്ടാവില്ല. നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണേ. ചേട്ടൻ എങ്ങോട്ട് പോവാ? ഞാനൊരു ധ്യാനത്തിന് പോവാ. ധ്യാനത്തിനോ? ആ, റാണി
കുറേ നാളായിട്ട് പറയുന്നു, ഇപ്പോഴാണ് സൗകര്യം കിട്ടിയത്. അപ്പം ഞാൻ ഇറങ്ങാണേ. ജോർജ് ചേട്ടാ, ഏ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേട്ടന്? എന്താ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, ചേട്ടൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരു മാറ്റമുള്ള പോലെ. ഇപ്പം എൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒരു മാറ്റമില്ല. ഞാൻ തിരിച്ചു വരുമ്പോൾ കാര്യങ്ങൾ നേരെ ചൊവ്വേ നടന്നില്ലെങ്കിൽ അപ്പം എൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മാറ്റം ഉണ്ടാവും. ഇപ്പോൾ ഓക്കെ. ആ, ഇപ്പം ഓക്കെ. റാണി, അച്ഛനാ? എന്തു പറ്റി? ജോർജ് കുട്ടി ഇതുവരെ എവിടെയായിരുന്നു? ഞങ്ങൾ എന്ത് പേടിച്ചൊന്നു. അറിയാതെ അച്ഛനിങ്ങി വന്നില്ലേ അച്ഛാ, മോളെ? അച്ഛന് ഞങ്ങളെ തനിച്ചാക്കിയിട്ട് എങ്ങും പോകണ്ട. ഇല്ലില്ല, പോകുന്നില്ല. അച്ഛാ, ആ കാർ എന്ത് ചെയ്തു? അതൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. ആ കാർ എങ്ങോട്ടാ മാറ്റിയത്? എനിക്കൊന്ന് കുളിക്കണം. നീ ആ തോർത്തിങ് എടുത്തേ. ജോർജ് കുട്ടിക്ക് ഒരു ടെൻഷനും ഇല്ലേ? എന്തിന്? നമ്മളൊരു ചെറുപ്പക്കാരൻ. ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്നിട്ടില്ല. നമ്മൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ടുമില്ല. പക്ഷെ വരുൺ, ഹേ, ആരാണ് വരുൺ? ഞാൻ അങ്ങനെ ഒരാളെ കുറിച്ച് കേട്ടിട്ടുമില്ല. ഇനി അങ്ങോട്ട് നമ്മൾ ഇങ്ങനെ ആയിരിക്കണം പെരുമാറേണ്ടത്. ഭയവും ടെൻഷനും നമ്മളെ അപകടത്തിൽ കൊണ്ടെത്തിക്കും. അല്പം മുമ്പ് ഞാനത് മനസ്സിലാക്കി. ഓഫീസിൽ പോയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മോനിച്ച എന്നെ കണ്ടപ്പോൾ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. എൻ്റെ പെരുമാറ്റത്തിൽ അസാധാരണത്വം അവനെപ്പോലൊരു ചെറിയ പയ്യൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയണോ? അവൻ എന്തെങ്കിലും സംശയം? എന്തോ പ്രശ്നം അവന് തോന്നി. പക്ഷേ സാധാരണ രീതി ഞാൻ പെരുമാറിയപ്പോൾ അവൻ്റെ സംശയമില്ലാതായി. അതുകൊണ്ട് കഴിഞ്ഞതെല്ലാം മറക്കുക, എന്നിട്ട് സാധാരണ രീതിയിൽ പെരുമാറുക. അച്ഛാ, ആ കാർ എന്ത് ചെയ്തു? ആ, ഇനി അങ്ങോട്ട് നിങ്ങൾ അറിയേണ്ടതും അറിയേണ്ടാത്തതുമായ പല കാര്യങ്ങളും ഉണ്ടാവും. അതിലറിയേണ്ടത് അതെന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുക. അറിയാൻ പാടില്ലാത്തത് അറിയാൻ ശ്രമിക്കരുത്. നാളെ അതിരാവിലെ ഒരു യാത്രയ്ക്ക് പോകാൻ തയ്യാറായിക്കൊള്ളൂ. എങ്ങോട്ട്? 2 ദിവസം ഇവിടുന്ന് മാറിയിരിക്കണം. അത് നിങ്ങൾക്കൊരു ആശ്വാസമാവും. ആരെങ്കിലും ചോദിച്ചാൽ ധ്യാനത്തിന് പോകാമെന്ന് പറഞ്ഞാൽ മതി. അതിന് ധ്യാനം ഇന്നലെ കഴിഞ്ഞില്ലേ?